ഗൈസ്, നമ്മളിന്ന് എത്തിയിരിക്കുന്നത് പുൽപ്പള്ളി കഴിഞ്ഞിട്ട് മാവിലാന്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ പഴശ്ശി പാർക്കിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ കേരളവർമ്മ പഴശ്ശി വീരമൃത്യു വരിച്ചത് ഇവിടെ വെച്ചാണ്. അതിൻ്റെ ചിത്രങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഉടമ്പടി അവസാനിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ യുദ്ധം പ്രഖ്യാപിക്കുകയും അപ്പോൾ പഴശ്ശി ഒളിവിലേക്ക് മാറുകയും ചെയ്തു. അങ്ങനെ പിന്തുടർന്നെത്തിയ ബ്രിട്ടീഷുകാർ മാവിലാന്തോട്ടിൽ വെച്ച് ഈ പറയുന്ന സ്ഥലത്ത് വെച്ചാണ് യുദ്ധത്തിൽ പഴശ്ശിയെ വധിക്കുകയും ചെയ്തു എന്നാണ് കഥ. അതിനെ പറ്റിയുള്ള ശില്പങ്ങളാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ അത് തന്നെയാണ്. ഇതൊരു പൂന്തോട്ടം കൂടിയാണ്, ഒരു ഗാർഡൻ, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, അങ്ങനെയെല്ലാം ഉണ്ട് ഇവിടെ. പഴശ്ശി വെടികൊണ്ട് വീണ പഴശ്ശീനെ കേണൽ ബാബറിൻ്റെ സ്വന്തം പല്ലക്കിൽ എല്ലാവിധ ബഹുമാനങ്ങളോടും കൂടി മാനന്തവാടി കൊണ്ടുപോയിട്ട് സംസ്കരിച്ചു എന്നാണ് കഥ. ഇതതിൻ്റെ ഓഫീസ് ഭാഗങ്ങളാണ്. അത്രയ്ക്ക് മാന്യനായ ഒരു ഭരണാധികാരിയായിരുന്നു പഴശ്ശി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരനായ ഉദ്യോഗസ്ഥന് വരെ പഴശ്ശിയോട് ഒരു ബഹുമാനം തോന്നി. അത്രയ്ക്ക് ബഹുമാനം തോന്നാത്തക്ക ഒരു വ്യക്തിത്വമായിരുന്നു പഴശ്ശിയുടേത് എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് അതിനെക്കുറിച്ചുള്ള ഫലകങ്ങളിലൊക്കെ എഴുതി വച്ചിരിക്കുന്നതാണ്. ചിത്രരൂപത്തിൽ ഇവരുടെ തമ്മിലുള്ള ഉടമ്പടി, കരാറ് കഴിയുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള യുദ്ധം, ഇതിലൊക്കെ അതാണ് എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനത്തെ കുറേ ഇതുകളുണ്ട്. തലക്കൽ ചന്തു, എടക്കന കുങ്കൻ, പ്രധാനികൾ, ആളുകൾ, അവരുടെയൊക്കെ ചിത്രങ്ങൾ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. യഥാർത്ഥ പഴശ്ശിയും യഥാർത്ഥ കുങ്കനും ഒക്കെ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് കണ്ട നിലയ്ക്ക് തോന്നിയത് സിനിമയിലുള്ള രംഗങ്ങളെ പോലെ സാമ്യമുള്ള ആളുകളാണ് അവിടെ. ഇതാ പഴശ്ശീൻ്റെ പൂർണ്ണകായ പ്രതിമയാണ് കാണുന്നത്. അതും പഴശ്ശിയാണോ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പം പിന്നെ ബാബറിൻ്റെ പേരെഴുതി വെച്ചതിലും തോമസ് ബാബർ എന്ന് അതിൽ എഴുതി വച്ചിരിക്കുന്നു. ചിലതിൽ അങ്ങനെയല്ല. മറ്റ് ചിലതിൽ കാണുന്നത് ബാബറിൻ്റെ പേര് പല പേരുകളിൽ അറിയപ്പെടുക. ചരിത്രമല്ലേ, അതിപ്പോൾ നമുക്ക് മുഴുവൻ ചരിത്രങ്ങളും അതേപടി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് മാവിലാന്തോട്, കാടിൻ്റെ കരയ്ക്ക്. തോടെന്ന് പറഞ്ഞാൽ ചെറിയ തോടാണ്, ഉദ്യാനത്തിൻ്റെ ഭാഗങ്ങൾ. കേണൽ ബാബർ എന്ന് പറയുന്നത് തോമസ് ബാബർ എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ചിലതിൽ തോമസ് എന്നല്ല കാണുന്നത്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പല പേരുകളിൽ അറിയപ്പെടുന്നത്. ബാബർ എന്നുണ്ടാവും, TH ബാബർ എന്നുള്ളത് മാറുന്നില്ല. അയാളുടെ തൂലിക നാമമാണ്. നെപ്പോളിയനുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിക്കാൻ സഹായിയായ അദ്ദേഹമാണ് ഇദ്ദേഹം കേണൽ ബാബർ എന്ന് പറയുന്ന ആൾ. വാട്ടർലൂവിൽ വെച്ചിട്ട് നെപ്പോളിയനെ തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ചരിത്രത്തിൽ അത് നോക്കിയാൽ എല്ലാവർക്കും അറിയാൻ കഴിയും. സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഗൂഗിളിൽ. ഉദ്യാനമാണ്, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്, ഊഞ്ഞാലുകൾ, അങ്ങനെ ആളുകൾ കുറവ്. ഇതാ മാവിലാന്തോട് തോട്. ഇതിൻ്റെ കരയ്ക്കാണ് പഴശ്ശി വെടികൊണ്ട് വീണ സ്ഥലമുള്ളത്. ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വെടികൊണ്ട് ഒരു സ്തൂപം മാത്രമുണ്ട്. മൃതദേഹം ഇവിടെയല്ല സംസ്കരിച്ചിരിക്കുന്നത്. എടുത്തുകൊണ്ടുപോയിട്ട് മാനന്തവാടിയിലാണ് മൃതദേഹം സംസ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മ്യൂസിയം ഉള്ളത് സർക്കാർ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നുണ്ട് ഇപ്പം മാനന്തവാടി. ഇതാണ്, ഇവിടെയാണ് വെടികൊണ്ട് വീണ കറക്റ്റ് സ്പോട്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അന്നത്തെ ആളുകൾ ഇങ്ങനെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നതാണല്ലോ മാവിലാന്തോടിൻ്റെ കരയിൽ. മാവിലാന്തോട് എന്ന് പറയുമ്പോൾ വലിയ തോട് നമ്മൾ കയറി, ചെറിയ തോടാണ് ഉള്ളത്. പിന്നെ പണ്ട് വലുതാണോ എന്നറിയില്ല. വീണ്ടും ഉദ്യാനത്തിൻ്റെ ഭാഗങ്ങൾ, കുട്ടികളുടെ പാർക്ക് എല്ലാം വരുന്നുണ്ട്. തോമസ് ബാബർ എന്ന് എഴുതി വെച്ചതിൽ ഇവർക്ക് എന്തെങ്കിലും വേറെ ചരിത്രങ്ങൾ അങ്ങനെയല്ലേ? അത് നിങ്ങൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. പഴശ്ശി, എടക്കൽ, എടച്ചന കുങ്കൻ,
തലക്കൽ ചന്തു ഇവരൊക്കെ ആയിരുന്നു പഴശ്ശീൻ്റെ അനുയായികൾ, കൂട്ടാളികളുമൊക്കെ. അവരെല്ലാം കൊന്നു അവസാനം പഴശ്ശീനെ കൊല്ലുന്നത്. അതാ ഫലങ്ങളിൽ അതെല്ലാം കുത്തിച്ച് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതിൻ്റെ വേറൊരു ഭാഗമാണ്. കുറേ ഉണ്ട്. എല്ലാം കൂടി കാണിച്ചു കഴിഞ്ഞാൽ കുറേ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ട് കുറേശ്ശെ എടുക്കുന്നുള്ളൂ. ഇതാണ്, അങ്ങനത്തെ കുറേ ഉണ്ട്. കുത്തി വച്ചിരിക്കുന്ന ചിത്രങ്ങൾ കുറേ ഉണ്ട്. ഉദ്യാനത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ. ആളുകൾ വളരെ കുറവായിരുന്നു. ഓഫീസിൻ്റെ ഭാഗങ്ങൾ ആളുകൾ വളരെ കുറവാണ്. കാരണം സ്കൂളൊക്കെ അവധിയില്ലാത്ത ദിവസമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികളും എല്ലാവരും ജോലിക്കൊക്കെ പോയി. തീരെ ഒരു ഗ്രാമപ്രദേശമാണ് ഈ സ്ഥലം, മാവിലാന്തോട് എന്ന് പറയുന്ന സ്ഥലം. പഴശ്ശീൻ്റെ ഇതാണ് പാർക്കാണ് അതിൻ്റെ പ്രധാന ആകർഷണ കേന്ദ്രം. നല്ല വില്ലേജ് കേട്ടോ, നല്ല കാടും സ്ഥലങ്ങളൊക്കെ കാണാൻ. ഇത് മാത്രമല്ല, മൊത്തം ഈ സ്ഥലം കാണാൻ വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.